ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ നിധി കമ്പനിയുടെ ലോണുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ ഒരു വ്യക്തിക്ക് മാക്സിമം കിട്ടാവുന്ന ലോൺ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് കിട്ടുന്നത്. ഓരോ ലിമിറ്റ് ഉണ്ട്, ഒരു 4 പാരാമീറ്റേഴ്സ് ഉണ്ട് നിധി കമ്പനികൾക്ക്. അതനുസരിച്ച് അവിടുത്തെ മെമ്പർമാർക്കൊരു ലോൺ കിട്ടാൻ സാധ്യതയുള്ളൂ. 2 കോടിക്ക് താഴെയുള്ള ഡെപ്പോസിറ്റ് ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് അവിടുത്തെ മെമ്പർമാർക്ക് കിട്ടാവുന്ന മാക്സിമം ലോൺ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. 2 കോടിക്ക് മീതെ 20 കോടി ഡെപ്പോസിറ്റ് ആകുമ്പോൾ അതിലെ മെമ്പർക്ക് കിട്ടാവുന്ന മാക്സിമം ലോൺ എന്ന് പറഞ്ഞാൽ 7.5 ലക്ഷം രൂപയാണ്. 20 കോടി മുതൽ 50 കോടി വരെ ലിമിറ്റ് വരുമ്പോൾ അതിലെ മെമ്പർ കിട്ടുന്നത് മാക്സിമം ലോൺ 12 ലക്ഷം രൂപയാണ്. അതിന് മേലെ 50-ന് മേലെ എത്ര വന്നാലും മാക്സിമം മെമ്പർ കിട്ടുന്ന ലോൺ എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപയ്ക്ക് മേലെ നിധി കമ്പനികളിൽ നിന്ന് ലോൺ ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ നിധി കമ്പനികൾക്ക് പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. അത് എത്ര വരെ ആവാം? ഷെയർ ക്യാപിറ്റൽ, അതായത് അവരുടെ നെറ്റ് വർത്തിൻ്റെ 20 ഇരട്ടി വരെ പബ്ലിക്കിൽ നിന്ന് എടുക്കാം. അവിടെ നെറ്റ് വർക്ക് 1 കോടിയാണെങ്കിൽ 20 കോടി വരെ ഡെപ്പോസിറ്റ് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യാം. അതിൽ കൂടുതൽ അവർ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഈ നെറ്റ് വർത്ത്? നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ, നിങ്ങൾ ഷെയർ എടുക്കുമ്പോഴുള്ള ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്, അതായത് മുൻകാലങ്ങളിലുള്ള പ്രോഫിറ്റ് ഇതിൻ്റെ കൂടെ കൂട്ടും. എന്നിട്ട് ലോസ് ആണെങ്കിൽ അത് മൈനസ് ചെയ്യും, ഇൻടാഞ്ചിബിൾ അസറ്റിൽ അത് മൈനസ് ചെയ്യും. അങ്ങനെ മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ് വർത്ത്. ഷെയർ ക്യാപിറ്റൽ പ്ലസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് മൈനസ് ലോസ് ഇഫ് എനി. അത് നെറ്റ് വർത്ത് കിട്ടിയാൽ, സപ്പോസ് നെറ്റ് വർത്ത് 1 കോടി ആണ് എങ്കിൽ 20 കോടി രൂപ വരെ പബ്ലിക്കിൽ നിന്നും അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ കളക്ട് ചെയ്യാനുള്ള യാതൊരു അധികാരവും ഈ നിധി കമ്പനികൾക്ക് ഇല്ല. അത് നിങ്ങൾ മെമ്പർമാരും ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത് ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.